നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ പെൺകുട്ടിക്ക് സിദ്ധുവിനെ വലിയ ഇഷ്ടമാ, അതെനിക്കറിയാം. അവര് തമ്മിൽ നന്നായിട്ട് ചേരും. മുത്തശ്ശി സസ്പെൻസ് ഇടാതെ ആളാരാണെന്ന് പറയ്. അത് മറ്റാരുമല്ല. എടാ സിദ്ധുട്ടാ, സിദ്ധു ഇവിടെ ഇരിക്ക്. വേണ്ട, എന്താ എന്താ പറ്റിയെ? എല്ലാവർക്കും മാലാഖയായി. ഋഷിക്കും മാലാഖയായി, ഇനിയിപ്പോ അഭിക്കും മാലാഖയായി, എല്ലാവർക്കും മാലാഖയായി. എനിക്ക് മാത്രം മാലാഖയില്ല. ഞാൻ പോവാ. മോനെ സിദ്ധു, സിദ്ധു മോനെ സിദ്ധു, സിദ്ധു, സിദ്ധു മോനെ നീ അവിടെ നിൽക്ക. സിദ്ധുട്ടാ. മുത്തശ്ശി പറയട്ടെ. വേണ്ട, ആരും ഒന്നും പറയണ്ട. എനിക്ക് ആരെയും കാണണ്ട. സിദ്ധുട്ടാ, പോ. മാലാകയോ? ഇവിടെ എന്തൊക്കെയാ പറഞ്ഞോണ്ട് പോകുന്നേ? എല്ലാവർക്കും മാലാക കിട്ടിയെന്നു. നിനക്കത് മനസ്സിലായില്ലേ? ഇവിടെ ഋഷി വിവാഹം കഴിച്ച് അവന് ഭാര്യയായി. ഇപ്പോ അഭിഷേകിന് വിവാഹം നടത്താൻ പോകുന്നു. ഇതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. മാലാഖ എന്നതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് ഋഷിക്കും അഭിക്കും കൂട്ടായി വരുന്ന ആ കുട്ടികളെ. അതാ ഞാൻ മനസ്സിലാക്കിയത്. ശരിയാണ്. അവന്റെ അനിയന്മാർക്ക് കൂട്ടായിട്ട് ആളുകൾ വരുമ്പോ അവൻ അങ്ങനൊരു കൂട്ടില്ലാത്തതിന്റെ വിഷമം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. വേണം, സിദ്ധുവിനും ഒരു കൂട്ട് വേണം. അവനും കൂടി ഒരു പെൺകുട്ടിയെ നമുക്ക് കണ്ടെത്തണം. അതത്ര എളുപ്പമാണോ അമ്മേ? അവനെ നന്നായി നോക്കാനും സ്നേഹിക്കാനും ഹാൻഡിൽ ചെയ്യാനും പറ്റുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ എവിടെ പോയി കണ്ടെത്തും? അത് പ്രയാസം. ആ അതെ, ഇവിടെ ഇരിക്കണമെന്നില്ല. മുറിയിലേക്ക് പോയിക്കോളൂ. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ശരി. സിദ്ധുവിന് അനുയോജ്യയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ ഒരു പ്രയാസവും ഇല്ല ജാനകി. അങ്ങനൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സിദ്ധുവിനെ അവള് നന്നായിട്ട് സ്നേഹിക്കും, നന്നായി പരിചരിക്കും. അവന്റെ മനസ്സറിഞ്ഞ് അവള് പെരുമാറും. ആ പെൺകുട്ടിയെ സിദ്ധു വിവാഹം കഴിച്ചാൽ ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ പഴയ സിദ്ധുവിനെ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അമ്മേ, അമ്മ ആരെക്കുറിച്ചായി പറയുന്നേ? ആരാ പെൺകുട്ടി? അമ്മ എവിടെ വെച്ചാ അവളെ കണ്ടേ? പറയാമേ, ഏതാ കുട്ടി? ഈ പരിസരത്തെങ്ങാനുള്ള കുട്ടിയാണോ? ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടിട്ട് നമുക്ക് മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ. ആ പെൺകുട്ടിക്ക് സിദ്ധുവിനെ കൂടി ഇഷ്ടപ്പെടണ്ടേ? ആ പെൺകുട്ടിക്ക് സിദ്ധുവിനെ വലിയ ഇഷ്ടമാ, അതെനിക്കറിയാം. അവര് തമ്മിൽ നന്നായിട്ട് ചേരും. മുത്തശ്ശി സസ്പെൻസ് ഇടാതെ ആളാരാണെന്ന് പറയ്. അത് മറ്റാരുമല്ല, ദേവികയാ. ദേവികയാ? ആ, അതെ, നമ്മുടെ ദേവിക തന്നെയാ. അല്ല, ദേവികയും സിദ്ധുവും. ദേവിക്ക് സിദ്ധുവിന് ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം.
വളരെ ഉപകാരം മോളെ. ഇതെല്ലാം കൂടി കയ്യിൽ നിൽക്കുന്നില്ല മോളെ. പ്രായം കുറെ ആയില്ലേ, പഴയതുപോലെ ബലവും പിടുത്തവും ഒന്നും കിട്ടുന്നില്ല. ഞാൻ റൂമിലോട്ട് കൊണ്ടുവിടാം, അതൊക്കെ ഇങ്ങ് തന്നോളൂ. വേണ്ട മോളെ, ഇത്രയും നല്ല മനസ്സുള്ള മോൾക്ക് നല്ലൊരു ജീവിതം നൽകി ഈശ്വരൻ അനുഗ്രഹിക്കും. ഹോസ്പിറ്റലിൽ വെച്ച് സിദ്ധു ദേവികയോട് വളരെ സ്നേഹത്തോടെയും അടുപ്പത്തോടെയും പെരുമാറണമെങ്കിൽ അവര് തമ്മിൽ ഇതിനു മുമ്പ് നല്ല രീതിയിൽ പരിചയം ഉണ്ടായിരിക്കുമല്ലോ. ഇനി സിദ്ധു മാലാക എന്ന് പറയുന്നത് ദേവിയെ കുറിച്ചായിരിക്കോ? ഏതായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. അമ്മ എന്താ തീരുമാനിച്ചേ? മറ്റൊന്നുമല്ല, അഞ്ജിതയെ വിവാഹം കഴിക്കാൻ എതിർപ്പൊന്നുമില്ലെന്ന് അഭിഷേക് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ വിവാഹാലോചനയായിട്ട് ദേവികയുടെ വീട്ടിലേക്ക് ചെല്ലണം. അവിടെ ഇവന്റെ ആലോചന അവതരിപ്പിക്കുമ്പോ നമുക്ക് സിദ്ധുവിന് വേണ്ടി ദേവികയെ പെണ്ണു ചോദിക്കാം. അല്ലമ്മേ, സിദ്ധുവിന്റെ അസുഖം മാറാത്ത സ്ഥിതിക്ക് ദേവികയെ സിദ്ധുവിനൊപ്പം വിവാഹം കഴിച്ചയക്കാൻ അവര് തയ്യാറാവോ? അടുപ്പവും സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും സിദ്ധുവിന്റെ ഭാര്യയാകാൻ ദേവിക താല്പര്യപ്പെടുവോ? ആവശ്യം നമ്മുടേതാ. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് മടുപ്പിക്കാൻ നിൽക്കണ്ട. എന്തിനാ നമ്മളായിട്ടൊരു മുൻവിധി എടുക്കുന്നത്? ആദ്യം നമുക്ക് ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോവാം. എന്നിട്ട് ബാക്കിയൊക്കെ വരുന്നത് പോലെ ചെയ്യാം. ദേവിക നല്ല കുട്ടിയാ, കുടുംബസ്നേഹിയ, മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുന്നവളാ. അവൾക്ക് സിദ്ധുവിനെ സ്നേഹിക്കാനും പരിചരിക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. ദേവിക സിദ്ധുവിന്റെ ഭാര്യയായിട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ദേവികയ്ക്കും അവളുടെ ജീവിതത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ സിദ്ധുവിന് വേണ്ടി മാറ്റിവെക്കാൻ അവള് തയ്യാറാവോ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ലമ്മേ, നമ്മള് സിദ്ധുവിന് വേണ്ടി ദേവിക ആലോചിച്ചിട്ട് ദേവികയെ ആ കുടുംബക്കാരും അത് നിരസിച്ചാലേ അത് നമുക്കൊരു നാണക്കേടല്ലേ? എന്ത് നാണക്കേട്? ഒരു നാണക്കേടുമില്ല. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.